Hi, I'm Abby Rodrigues. I'm the founder of Lima House. അപ്പോൾ ലിമ ഹൗസിന് മുമ്പ് എൻ്റെ ഒരു കാരിയർ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. അത് മോർ ദാൻ 25 ഇയേഴ്സ് ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അതിൽ ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് ഞാൻ സെറ സാനിറ്ററി ലിമിറ്റഡിൻ്റെ പ്രസിഡൻ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഐ വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദ നാഷണൽ ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് ഓഫ് സെറ. അങ്ങനെ അവിടെ നിന്നു ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പണ്ടോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നിറവേറ്റാനായിട്ടാണ് ആ ജോലി റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വന്നത്. അങ്ങനെ ഇവിടെ ഈ ലിമ ഹൗസ് എന്ന് പറഞ്ഞുള്ള ഒരു കൺസെപ്റ്റ്. ഇറ്റലിയിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു റിവർ കണ്ടു, ലീമ എന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു. അപ്പോൾ അട്രാക്ഷൻ വെച്ചിട്ട് ഞാൻ ഇവിടെ ബിസിനസ് തുടങ്ങിയപ്പോഴത്തേക്കും ലീമ എന്ന് പറഞ്ഞൊരു പേരിട്ട് തുടങ്ങിയത്. അപ്പോൾ ലിമ ഹൗസ് HAUS ആണ്. ഇംഗ്ലീഷ് വേർഡ് HOUSയുടെ ജർമ്മൻ വേർഡാണ് HAUS. അപ്പോൾ അതാണ് ലിമ ഹൗസ്. ലിമ ഹൗസ് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വീട് ഇവിടെ വെച്ചപ്പോഴത്തേക്കും പല ഷോറൂമുകളിൽ കയറി ഇറങ്ങേണ്ടതൊക്കെ വന്നിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഒരു 10 ബ്രാൻഡ് സ്റ്റോഴ്സ് അണ്ടർ വൺ റൂഫ്, അതും ലീഡിംഗ് ബ്രാൻഡ്സ് ഓഫ് ഇന്ത്യ. അത് മാത്രമല്ല ഇവിടെ ഒരു 20 കാർ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും ഷോറൂം ആക്കിയില്ല. എല്ലാവരും ഷോറൂം ആക്കും, പക്ഷേ ഞങ്ങൾ ആക്കിയില്ല. ആൾക്കാർ വന്ന് ഈസി ആയിട്ട് പാർക്ക് ചെയ്യണം, അതുപോലെ അവർക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ഈസി ആയിരിക്കണം. ആ ഒരു കൺസെപ്റ്റിലാണ് ഒരു കസ്റ്റമർ കംഫർട്ടും കൂടെ വെച്ചിട്ട് ടോട്ടൽ കസ്റ്റമർ കംഫർട്ട് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഷോറൂം ചെയ്തിരിക്കുന്നത്. ലിമ ഹൗസിൽ വരുമ്പോഴത്തേക്കും ഒരു കസ്റ്റമറിന് കാണാൻ പറ്റുന്നത് സാനിറ്ററി വേഴ്സിൽ വരുമ്പോഴത്തേക്കും കോളോ, ജാഗ്വാർ, ഹിന്ദുവെയർ, ക്യൂോ ആൻഡ് കാർല അങ്ങനെ 5 ബ്രാൻഡ്സിൻ്റെ ഡിസ്പ്ലേ, എക്സ്ക്ലൂസീവ് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ കയറി വരുമ്പോഴത്തേക്കും ആ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈൻസ്, ഒരു 10,000-ലേറെ ഡിസൈൻസ് തന്നെ നമ്മളിവിടെ ഡിസ്പ്ലേയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ പ്രൊഡക്ട്സ് ഉണ്ട്. സോ ഇഫ് സംബഡി വാണ്ട്സ് ടു റിയലി ബൈ എ ഹൈ എൻഡ് പ്രൈസിലുള്ള പ്രൊഡക്റ്റ് വേണം, ഹൈ എൻഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വേണം, അതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്നത് കസ്റ്റമർ സർവീസാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഭാവിയിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റൻസ്, ഇപ്പോൾ എല്ലാ കമ്പനികൾക്കും അവരുടെ സർവീസ് ടീമുണ്ട്. പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പീപ്പിൾ വിൽ കം ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ ആ ഒരു അഷുറൻസ് ലിമ ഹൗസ് നമുക്ക് തരാൻ പറ്റും. ഇന്ന് കൊച്ചിയിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും പാർക്കിങ്ങിന് നമുക്ക് സ്പേസ് കിട്ടാറില്ല. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകണം, അവിടെ നിന്ന് ഷോപ്പിംഗ് നടത്തണം, വലിയ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 20 കാർസ് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് ദിസ് ഇസ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. ലൈക്ക് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും MG റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഒരു 1.5 കിലോമീറ്റർ, ബൈപ്പാസ് എന്നാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ, കടവന്തരയിൽ നിന്നാണെങ്കിൽ 1.5 കിലോമീറ്റർ, കലൂർ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 1 കിലോമീറ്റർ. ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മുടെ. അപ്പോൾ സെൻട്രലൈസ്ഡ് ലൊക്കേഷനാണ്. എവിടെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിനും ഇവിടെ ഈസിലി ആക്സസബിൾ ആണ്, വിത്തൗട്ട് മച്ച് ട്രാഫിക് ജാം, വിത്ത് ആംപിൾ കാർ പാർക്കിംഗ്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ലൈവ് ഡിസ്പ്ലേസ് ഉണ്ട്. ഇപ്പോൾ ജാഗ്വാറിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ക്ലൗഡ് എന്ന് പറഞ്ഞൊരു റേഞ്ച് ഉണ്ട്. ഇത് ലേറ്റസ്റ്റ് ഇതാണ്, അതൊരു എക്സ്ക്ലൂസീവ് കൺസെപ്റ്റാണ്. അതിൻ്റെ ലൈവ് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ വാൾഹാങ് ക്ലോസറ്റ്സിൽ നമുക്ക് എപ്പോഴും ഒരു കൺസീൽ സിസ്റ്റം വെച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. കൺസീൽ സിസ്റ്റം വെക്കാതെ ചെയ്യുന്ന നമുക്ക് വാൾഹാങ് WC മാത്രമായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ EWCയുടെ നമുക്ക് ലൈവ് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ കസ്റ്റമറിന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം, എന്നിട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് ഇഫ് യു ലൈക്ക് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ അവിടെ നമ്മളിപ്പോൾ അവിടെ റിനോവേഷനിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഗ്ലാസ് മൊസൈക്സും ചെയ്യുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഇൻസ്റ്റലേഷനാണ്. അപ്പോൾ അങ്ങനത്തെ സർവീസസും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. ആർക്കിടെക്ട് നജീബ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒരു മോർ ദാൻ 25 ഇയേഴ്സ് ഉണ്ട്. ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽ കാരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ കൊച്ചിയിലെ റിവോൾവിംഗ് റെസ്റ്റോറൻ്റൊക്കെ ചെയ്തിട്ടുള്ള പണ്ടത്തെ ഒരു ഫേമസ് ഒരു പ്രൊജക്റ്റായിരുന്നു കൊച്ചിയിൽ. അങ്ങനെ ആ സമയം തൊട്ടിട്ടുള്ള എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഹോം ന്യൂസ് നടന്ന ഈ പ്രസ്ഥാനത്തിന് ആർക്കിടെക്ട് നജീബ് ചെയ്യുന്നത് അത് കൂടുതലായിട്ടും പ്രിൻറ്റ് മീഡിയയിലായിരുന്നു. അതിപ്പോൾ ഓൺലൈൻ ആവുകയാണ്. ഇന്നിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനാണ്. TV പോലും ആരും കാണാറില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആർക്കിടെക്ട് നജീബ് ന്യൂ ആയിട്ട് കണ്ടിരിക്കുന്ന ഈ കൺസെപ്റ്റ്, അതും വിത്ത് ആൻ ആർക്കിടെക്ട്സ് ടച്ച്. ഞാനിപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസ് കാണുകയായിരുന്നു. അപ്പോൾ ആർക്കിടെക്ട്സിൻ്റെ ടച്ചോടുകൂടെ ചെയ്യുന്ന ഒരു ന്യൂസ് ചാനൽ or online channel. I wish them all the best. He and his team, let them be successful in this new venture. Thank you.